ഇതേപോലെയുള്ള മൊബൈൽ ഹോൾഡേഴ്സിലൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയ്ക്ക് ഡാമേജ് ആണ് വരുത്തുന്നത്. ഓക്കെ ഗേസ്, വെൽക്കം ബാക്ക് ടു മീഡിയ ചാനൽ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൈക്കിലൊക്കെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ ഹോൾഡറും അത് നമ്മളെ ഫോണിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ബൈക്കിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് JB റേസിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ജാഗ്രിപ്പ് മൊബൈൽ ഹോൾഡറാണ്. ഇതിലൊരു USB 3.0 ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. മൊബൈൽ ഹോൾഡർ എടുക്കാൻ നേരത്തുള്ള എൻ്റെ ആദ്യത്തെ കൺസേൺ എന്ന് വെച്ചാൽ എൻ്റെ ക്വാളിറ്റി ആയിരുന്നു. കാരണം നമ്മളെ ഫോൺ ഇതിൽ വെച്ച് യൂസ് ചെയ്യേണ്ടതാണ് വണ്ടി റണ്ണിങ്ങിൽ. അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞായി ബ്രേക്ക് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് താഴെ വീണ് നല്ല രീതിക്ക് ഡാമേജ് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് എടുത്തത്. പിന്നെ ഇതിൽ ഒരു ചാർജിങ് പോർട്ടും വരുന്നുണ്ട് തന്നെ. അത്യാവശ്യം എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ചാർജ് ഇല്ലെങ്കിൽ അതൊരു പ്രശ്നം ആയിരുന്നില്ല എനിക്ക്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തത് നോർമൽ മെറ്റാലിക് മൊബൈൽ ഹോൾഡർ ആയിരുന്നു. അപ്പോൾ അതിൽ ഫോൺ ഇല്ലാത്ത സമയത്ത് നല്ല രീതിക്ക് വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിലോട്ട് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചാർജിങ്ങിന് വല്ലപ്പോഴേ ഇടാറുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കൊക്കെ മാപ്പ് നോക്കാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഫോൺ അതിൽ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇതങ്ങനെ എൻ്റെ മെയിൻ ഫോൺ ഉപയോഗിച്ച് യൂസ് ചെയ്യാറില്ല. കാരണം നമ്മുടെ ഫോണിൻ്റെയൊക്കെ ക്യാമറയിൽ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ബൈക്കിൽ വെച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബൈക്കിൻ്റെ ഹാൻഡിലുണ്ടാകുന്ന വൈബ്രേഷൻസ് ഡയറക്റ്റായിട്ട് നമ്മളെ ഫോണിലോട്ട് ട്രാൻസ്ഫർ ആവും. അങ്ങനെ നമ്മളെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ കംപ്ലയിൻ്റ് ആവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അത് നമുക്ക് ചിലപ്പോൾ ഒറ്റ യൂസിൽ തന്നെ പോകണമെന്നില്ല. ചിലപ്പോൾ ഒരുപാട് നാൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും പോകുന്നത്. ചിലവർക്ക് 1-2 തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഇടയ്ക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കണ്ടു കാണും. ഐഫോണിലൊക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എടുക്കാതെ തന്നെ ചുമ്മാ ഇന്ന് ഷേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷന് വരുന്ന കംപ്ലയിൻ്റ് ആണ്. നമ്മുടെ ഈ ബോബോ JB റേസിംഗ് അങ്ങനെ കുറച്ച് ക്വാളിറ്റിയുള്ള മൊബൈൽ ഹോൾഡേഴ്സ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിൽ വൈബ്രേഷൻ ഡാമ്പർ ഉള്ളതുകൊണ്ട് തന്നെ ഫോണിലോട്ട് വൈബ്രേഷൻ എത്തത്തില്ല എന്ന്. പക്ഷേ എന്തുമാത്രം ഡാമ്പർ ഉണ്ടെങ്കിലും നമ്മളെ ഫോണിലെ വൈബ്രേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഫോണുകൾക്കൊക്കെ ക്യാമറയ്ക്ക് അത് എന്തായാലും ഡാമേജ് വരുത്തിയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു സെക്കൻഡറി ഫോണുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും വരുന്നില്ല. പിന്നെ അത് ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ യൂസ് ചെയ്യാറില്ല. ഇതാണ് എൻ്റെ സെക്കൻഡറി ഫോൺ. ഇതിൽ ക്യാമറ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ഇതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. അപ്പോൾ ഇൻ കേസ് വല്ല ഡാമേജ് ക്യാമറയ്ക്ക് അയക്കാന്നില്ല അതെന്നെ ബാധിക്കുന്ന കാര്യമില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയൊക്കെ ഉള്ള ഫോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മാക്സിമം നമ്മൾ ഇതിലൊന്നും വെച്ച് ഉപയോഗിക്കാതിരിക്കണം. കാരണം എപ്പോഴാണ് അടിച്ചു പോകുന്നതെന്ന് പറയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. പിന്നെ നിങ്ങൾക്ക് വല്ല ഇതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെയും എൻ്റെ ഇൻസ്റ്റാഡിയും കാര്യങ്ങളിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഡിയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.